ഇവിടെ ബട്ടർ കൊണ്ട് ശില്പമുണ്ടാക്കുന്ന ഒരു മത്സരം നടക്കുകയായിരുന്നു. ആ മത്സരത്തിൽ മത്സരിക്കാനായി 4 പേർ അവിടേക്ക് എത്തുന്നു. അതിൽ ആദ്യത്തെ മത്സരാർത്ഥി മത്സരം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവൾക്ക് കിട്ടിയ ബട്ടർ ബ്ലോക്ക് ഡാമേജ് ആക്കുന്നു. രണ്ടാമത്തെ മത്സരാർത്ഥി ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നെങ്കിലും അവൾ നല്ല നീറ്റോടെയും സമാധാനത്തോടെയും അവളുടെ വർക്ക് ചെയ്യുന്നു. എന്നാൽ മൂന്നാമത്തെ പെൺകുട്ടി പക്ക പ്രൊഫഷണലിനെ പോലെ ഓവർ കോൺഫിഡൻസോടെ വർക്ക് ചെയ്യുന്നു. എന്നാൽ ഇതുവരെയായിട്ടും അവിടെ നാലാമത്തെ മത്സരാർത്ഥി മാത്രം എത്തിയിരുന്നില്ല. ഇതിൽ ഒന്നാമത്തെ മത്സരാർത്ഥി ശില്പമുണ്ടാക്കുന്നതിൽ അത്ര വിദഗ്ധയല്ലാത്തതിനാൽ ഓഡിയൻസ് ഒക്കെ അവളെ ഒരു തരത്തിൽ നോക്കുന്നു. അതിനാൽ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടവൾ അവളുടെ ടൂൾസ് ഒക്കെ അവിടെ വലിച്ചെറിഞ്ഞ് മറ്റു മത്സരാർത്ഥികളുടെ വർക്ക് കാണാനായി പോകുന്നു. അപ്പോഴാണ് അവളും ആ മൂന്നാമത്തെ മത്സരാർത്ഥിയും ആ കൊച്ചുകുട്ടിയുടെ ശില്പം കാണാനിടയായത്. അതുകണ്ട് അവരാകെ അമ്പരന്നു. കാരണം ആളൊരു കൊച്ചുകുട്ടിയാണെങ്കിലും അവളുടെ കഴിവ് അപാരം തന്നെയായിരുന്നു. ആ ശില്പത്തിലെ ഓരോ ഡീറ്റെയിൽസിങ്ങും പക്ക പെർഫെക്റ്റ് ആയിരുന്നു. അതുകണ്ട് ആ മൂന്നാമത്തെ മത്സരാർത്ഥി അവൾ തനിക്ക് വലിയൊരു എതിരാളിയാണെന്ന് കണ്ടെത്തി തന്റെ വർക്കിൽ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നു. ആ മത്സരം അവസാനിക്കാൻ ഇനി വെറും 10 മിനിറ്റ് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. നോക്കുമ്പോൾ ആ കൊച്ചുകുട്ടി ഓൾറെഡി അവളുടെ വർക്ക് കംപ്ലീറ്റ് ആക്കി ഫൈനൽ ഡീറ്റെയിലിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഓഡിയൻസ് അവളുടെ ശില്പം വളരെയധികം അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അവിടേക്ക് നാലാമത്തെ മത്സരാർത്ഥി വളരെയധികം കൂളായി വരുന്നത്. പക്ഷെ അവൾ വലുതായൊന്നും ചെയ്യാതെ തന്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് മാത്രം ഉപയോഗിച്ച് തന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ മത്സരത്തിന്റെ ടൈം കഴിയുകയും എല്ലാവരോടും അവരുടെ ശില്പം പ്രദർശിപ്പിക്കാനും പറയുന്നു. അങ്ങനെ ആദ്യത്തെ മത്സരാർത്ഥി അവളുടെ ശില്പം റിവീൽ ചെയ്യുന്നു. ഒരു 3 പൂച്ചക്കുട്ടികൾ ഒരു ബാസ്ക്കറ്റിൽ നിൽക്കുന്ന ശില്പമായിരുന്നു അവൾ ഉണ്ടാക്കിയത്. എന്നാൽ അധികം പെർഫെക്റ്റ് അല്ലാത്ത അവളുടെ വർക്ക് കണ്ട് ഓഡിയൻസ് ആകെ നിരാശരാകുന്നു. എന്നാൽ നാലാമത് വന്ന മത്സരാർത്ഥിയുടെ വർക്കിൽ ഒന്നും തന്നെ പ്രത്യേകിച്ചില്ലായിരുന്നെങ്കിലും അവളുടെ പ്രസന്റേഷൻ എല്ലാവരെയും ആകർഷിക്കുന്നു. അതിനുശേഷം ആ ചെറിയ കുട്ടി തന്റെ ചിത്രം സ്വാതന്ത്ര്യത്തെയും സമാധാനത്തെയും കുറിക്കുന്ന ഒന്നാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതുമാത്രമല്ല ഒരു അനാഥയായ താൻ എങ്ങനെ ആർട്ടിസ്റ്റായി മാറിയെന്ന അവളുടെ ജീവിതവും അവൾ അവിടെ പറയുന്നു. അത് കേട്ട് ഓഡിയൻസ് എല്ലാവരും ഇമോഷണൽ ആവുകയും അവളുടെ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അത് കേട്ടതും ആ മൂന്നാമത്തെ മത്സരാർത്ഥി ശില്പനിർമ്മാണ മത്സരത്തിൽ ശില്പത്തിനാണ് പ്രൈസ് കൊടുക്കേണ്ടതെന്നും അല്ലാതെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം അനുസരിച്ചല്ല എന്നും പറയുന്നു. കൊച്ചുകുട്ടിക്കെതിരായാണ് അവൾ സംസാരിച്ചതെന്ന് അവിടെ ഇരിക്കുന്ന ഓഡിയൻസിനും ജഡ്ജിനും മനസ്സിലായി. ജഡ്ജസ് അവളുടെ ശില്പത്തെയും പ്രശംസിക്കുന്നുണ്ട്. അതിനാൽ താൻ തന്നെയായിരിക്കും ഈ മത്സരത്തിലെ വിജയെന്നോർത്ത് അവൾ ഓവർ കോൺഫിഡൻസിൽ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. പക്ഷെ ജഡ്ജസ് വിന്നറായി സെലക്ട് ചെയ്തത് ആ ചെറിയ കുട്ടിയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ.